അപ്പോൾ ഞാൻ ആ ഇതും പിടിച്ച് ഞാൻ ആ MRI സ്കാൻ ചെയ്യേണ്ടിയിട്ട് അവിടെ എത്തുമ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ, എങ്ങാനും ക്യാൻസർ ആണോ അവനാണ്. കാരണം എല്ലാം ചെക്ക് ചെയ്തു, എന്നിട്ട് ഇത് പോകുന്നില്ലല്ലോ, ക്യാൻസർ ആണോ? ബിക്കോസ് ഇങ്ങനെ സ്കാനിങ് ഒക്കെ വരുന്നത്. അത് കഴിഞ്ഞ് ആ ചെക്ക് കഴിഞ്ഞ് ഞാൻ തിരിച്ചിറങ്ങുന്ന സമയത്ത് അവിടുന്ന് സ്കാൻ ചെയ്ത് എനിക്കൊന്ന് ഷാജീസ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് അതിൻ്റെ അടുത്തുള്ള. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ അൺഒഫീഷ്യലി ചോദിക്കുമല്ലോ അവിടെയുള്ള സ്റ്റാഫിനോട്, എന്താ പ്രശ്നം, ക്യാൻസർ എങ്ങാനും ആണോ പറഞ്ഞ് അത് ഡോക്ടർ നേരിട്ട് പറയും. അപ്പം തന്നെ എനിക്കൊരു സ്മെല്ലടിച്ചു. പിന്നെ ബെൻസ് വിളിച്ചു പറഞ്ഞു ഞാൻ നേരിട്ട് വന്ന് നിന്നെ സംസാരിക്കാം. അപ്പം തന്നെ എനിക്ക് ഏകദേശം ഉറപ്പായി കാര്യങ്ങൾ വേണ്ടിയിട്ട്. അപ്പൊ അറിഞ്ഞപ്പോ എനിക്ക് ആദ്യം പറഞ്ഞു ഇതിനൊരു റീസൺ ആയില്ലേ, നമുക്ക് മാനസികമായ പ്രശ്നമൊന്നുമില്ല, നമുക്കൊരു അണ്ടർലൈൻ കണ്ടുപിടിച്ചു. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ അതിന്റെ ഒപ്പം തന്നെ പിന്നെ അറിഞ്ഞപ്പം പിന്നെ ആക്ച്വലി ഇതിന്റെ ട്രീറ്റ്മെന്റ് പിന്നെ ഇത് ഒരു ആക്ച്വലി സ്റ്റേജ് ഭയങ്കര എനിക്ക് ആ സമയത്ത് എനിക്ക് വേദന കാരണം എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ, എൻ്റെ കാലിൽ ഇവിടെയൊക്കെ വേദനിച്ചിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ എനിക്ക് അടുത്ത വരുന്നത് നമുക്ക് എന്തിനിത് വന്നു എന്നുള്ളതാണ്. വൈ മീ? അതാണ് ഏറ്റവും ബിഗസ്റ്റ് ക്വസ്റ്റ്യൻ. അതിനൊരു ആൻസർ നമുക്ക് ത്രൂ ഔട്ട് കിട്ടില്ല. നമ്മൾ സാധാരണ പറയും മദ്യപാനം, അതെ, അങ്ങനെ ഓവറായിട്ടുള്ള ഒരു പരിപാടി പല കാരണങ്ങൾ പറയും. അപ്പം പലരും പല ചോദ്യങ്ങൾ ചോദിച്ചു. വൈ എന്നുള്ള അത് ഞാൻ തന്നെ എന്നോട് 100 പ്രാവശ്യം ചോദിച്ചു, വൈ ഇല്ല. അതിന് ആക്ച്വലി ആൻസർ ഇല്ല.